അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിൻ്റെ 3-ാം ഭാഗമാണ് അവതരിപ്പിക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പേ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സായപ്പോൾ ഉമ്മയായ ആമിന ബീവിയും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയുപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ്. അബ്ദുൽ മുത്തലിബ് മക്കയിലെ പൗരപ്രമുഖരുടെ നേതാവാണ്. അന്യദേശങ്ങളിൽ നിന്ന് വരെ അദ്ദേഹത്തെ കാണാൻ അതിഥികൾ വന്നിരുന്നു. കൂട്ടത്തിൽ പുരോഹിതന്മാരും വേദജ്ഞാനികളും ഉണ്ടാകും. അവർ പലപ്പോഴും തൻ്റെ പേരക്കുട്ടിയെ സവിശേഷമായി നിരീക്ഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് അവർ അന്ത്യപ്രവാചകരെ കുറിച്ച് പറയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കണ്ട ലക്ഷണങ്ങൾ അവർ വിവരിക്കും. അപ്പോഴെല്ലാം അഭിമാനത്തോടെ മകനെ ചേർത്ത് പിടിക്കും. ഒരിക്കൽ നജറാനിൽ നിന്ന് ഒരു സംഘം വന്നു. വേദക്കാരായിരുന്നു അവർ. കൂട്ടത്തിലെ പുരോഹിതന്മാർ മക്കയുടെ നേതാവുമായി ഏറെ നേരം സംസാരിച്ചു. ഇനി ഉദയം ചെയ്യാനുള്ള പ്രവാചകനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിലാണ് അവർ ജനിക്കുക. വേദത്തിൽ പറഞ്ഞ പ്രകാരം നിയോഗത്തിൻ്റെ സമയം ആഗതമായി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് കടന്നു വന്നു. പുരോഹിതന്മാരുടെ ശ്രദ്ധ കുട്ടിയിലേക്കായി. അടിമുടി അവർ നിരീക്ഷിച്ചു. ചുമലും പാദങ്ങളും കൺതടങ്ങളും പ്രത്യേകം പരിശോധിച്ചു. ഉടനെ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണ് ആ വ്യക്തി. തുടർന്ന് ചോദിച്ചു, താങ്കൾ ഈ കുട്ടിയുടെ ആരാണ്? ഇത് എൻ്റെ പുത്രനാണ്. അബ്ദുൽ മുത്തലിബ് പ്രതികരിച്ചു, നിങ്ങൾ ഈ കുട്ടിയുടെ പിതാവോ? അങ്ങനെയാകാൻ സാധ്യതയില്ല. ഉടനെ കൃത്യപ്പെടുത്തി, ഇതെൻ്റെ മകൻ്റെ മകനാണ്. ശരി, അത് സത്യമാണ്. അവർ സമ്മതിച്ചു. ഈ മകനെ ശ്രദ്ധയോടെ പരിപാലിക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. അബ്ദുൽ മുത്തലിബ് തൻ്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തി. പുരോഹിതന്മാർ പറഞ്ഞ കാര്യം വിശദീകരിച്ചു. ശേഷം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മോനെ പ്രത്യേകം സംരക്ഷിക്കണം, എപ്പോഴും ശ്രദ്ധയിൽ വേണം. മറ്റൊരു ദിവസം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടികൾക്കൊപ്പം വിനോദത്തിലായിരുന്നു. ബനു മുദ്ലജ് ഗോത്രത്തിലെ ചില ജ്ഞാനികൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരീക്ഷിക്കാൻ വന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവർ അടുത്തേക്ക് വിളിച്ചു. കാൽപാദവും വിരലടയാളവും സസൂക്ഷ്മം വിലയിരുത്തി. ശേഷം പിതാമഹനോട് പറഞ്ഞു, ഈ കുട്ടിയെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇബ്രാഹിം നബിയുടെ പാദമുദ്രയോട് ഏറെ സാമ്യമുള്ളതാണ് ഈ കുട്ടിയുടേത്. നിരന്തരമായ സുവിശേഷങ്ങൾക്ക് പിതാമഹൻ സാക്ഷിയായി. ഖുറൈശി പ്രമുഖർക്ക് യമനിലെ രാജാവ് സൽക്കാരമൊരുക്കി. രാജസൽക്കാരത്തിനു ശേഷം രാജാവ് അബ്ദുൽ മുത്തലിബിനെ സ്വകാര്യ മുറിയിലേക്ക് ക്ഷണിച്ചു. പ്രതീക്ഷിക്കുന്ന പ്രവാചകന്റെ പിതാമഹൻ എന്ന നിലയിൽ ആദരിച്ചു. സൈഫ് ബിൻ സിയസൻ ആയിരുന്നു രാജാവ്. പൗത്രന്റെ പദവികൾ പിതാമഹൻ തിരിച്ചറിഞ്ഞു. ആദരവും വാത്സല്യവും ആവോളം നൽകി. അങ്ങനെയിരിക്കെ മക്കയിൽ ഒരു വരൾച്ചക്കാലം. വറുതിയും വരൾച്ചയും മക്കാനിവാസികളെ ആകുലപ്പെടുത്തി. അവർ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തി. പക്ഷേ ഫലം കണ്ടില്ല. ആ നാളുകളിൽ റുഖൈഖ എന്ന മഹദി ഒരു സ്വപ്നം കണ്ടു. അന്ത്യപ്രവാചകർ മക്കയിൽ ഉദയം ചെയ്തു കഴിഞ്ഞു. പ്രവാചകന്റെയും രക്ഷകർത്താവിൻ്റെയും ആകാരവും വിശേഷണങ്ങളും പറയപ്പെട്ടു. അദ്ദേഹത്തിനൊപ്പം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ക്രമവും രീതിയുമെല്ലാം സ്വപ്നത്തിൽ തന്നെ ലഭിച്ചു. രാവിലെ ആയപ്പോഴേക്കും റുഖൈഖ പരിഭ്രമചിത്തയായി. ഏതായാലും സ്വപ്നം വിളംബരം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ റുഖൈഖ താൻ കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങി. മക്കക്കാർ കാതോർത്തു. സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയായിരുന്നു. ഞാനൊരു അശരീരി കേൾക്കുന്നു. ആരോ ഒരാൾ വിളിച്ചു പറയുന്നു, അല്ലയോ ഖുറൈശികളെ, ഇനി നിയോഗിക്കപ്പെടാനുള്ള പ്രവാചകൻ നിങ്ങളോടൊപ്പമുണ്ട്. ആഗമന സമയം വളരെ അടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ആസന്നമായിരിക്കുന്നു. നിങ്ങളിൽ സമുന്നതനായ ഒരു വ്യക്തിയുണ്ട്. വെളുത്ത ശരീരമുള്ള സുന്ദരനാണ്. കൺമഴികൾ നീണ്ട് ലോല ശരീരമുള്ള മനുഷ്യൻ. ഉയർന്നു നീണ്ട നാസികയും തടിച്ച കവിൾ തടങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹവും മക്കളും പേരക്കുട്ടികളും അണിനിരക്കട്ടെ. മക്കയിലെ ഗോത്രങ്ങളിൽ നിന്നെല്ലാം ഓരോ പ്രതിനിധികളും ഒപ്പം നിൽക്കട്ടെ. എല്ലാവരും അംഗസ്നാനം ചെയ്ത് സുഗന്ധം ഉപയോഗിച്ച ശേഷം കഅബാലയത്തിന്റെ കോർണറിൽ സംഗമിക്കണം. സവിനയം ചുംബനം നൽകിയ ശേഷം 7 തവണ കഅബയെ പ്രദക്ഷിണം ചെയ്യണം. ശേഷം എല്ലാവരും ചേർന്ന് അബൂ ഖുബൈസ് പർവ്വതത്തിലേറി പ്രാർത്ഥിക്കണം. നേതാവിന് ചുറ്റും എല്ലാവരും ഒത്തുകൂടണം. കൂട്ടത്തിലുള്ള വിശുദ്ധ വ്യക്തിയെ മുന്നിൽ നിർത്തി പ്രാർത്ഥന നിർവഹിക്കണം. മറ്റുള്ളവർ ആമീൻ ചൊല്ലണം. കവിയത്രി കൂടിയായ റുഖൈഖ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി കഅബയുടെ അടുത്തെത്തി. കഅബ പ്രദക്ഷിണം പൂർത്തിയാക്കി.
അബ്ദുൽ മുത്തലിബും മക്കളും മക്കയിലെ മറ്റു പ്രമുഖരുമെത്തി. സ്വപ്നത്തിൽ പറയപ്പെട്ട നേതാവ് അബ്ദുൽ മുത്തലിബാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഒരു സംഘമായി അബൂ ഖുബൈസ് പർവ്വതത്തിന് മുകളിലേക്ക് കയറി. ശിഖിരത്തിലെത്തിയപ്പോൾ പിതാമഹൻ 7 വയസ്സ് കഴിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിലിരുത്തി. അഥവാ വിശുദ്ധ വ്യക്തിയെ മുന്നിൽ നിർത്തണമെന്നാണല്ലോ സ്വപ്നം. പ്രാർത്ഥനയാരംഭിച്ചു. അല്ലാഹുവേ, ഇതാ ഞങ്ങൾ നിന്റെ ദാസന്മാർ, നിന്റെ ദാസന്മാരുടെ മക്കൾ. ഞങ്ങൾ നിനക്കറിയുന്ന പോലെ ഇതാ വറുതിയിൽ അകപ്പെട്ടിരിക്കുന്നു. കുറെ നാളുകളായി ഞങ്ങൾ വരൾച്ച അനുഭവിക്കുന്നു. അല്ലാഹുവേ, പരിമിതികൾ പരിഹരിക്കുന്നവനെ, വിഷമങ്ങൾ അകറ്റുന്നവനെ, നിന്റെ വിശുദ്ധ ഭവനത്തിന്റെ മുറ്റത്ത് ഞങ്ങൾ വരൾച്ചയിലാണ്. ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. നാഥാ, ഞങ്ങൾക്ക് മഴ നൽകണമേ, സുഖകരമായ മഴ, ക്ഷേമം നൽകുന്ന അനുഗ്രഹവർഷം. റുഖയ്ക തുടരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന കഴിഞ്ഞതേ ഉള്ളൂ. കോരി ചെരിയുന്ന മഴയാരംഭിച്ചു. താഴ്വരകൾ നിറഞ്ഞു. എല്ലാവരും ആനന്ദത്തിലായി. മക്കക്കാർ ഒരേ സ്വരത്തിൽ അബ്ദുൽ മുത്തലിബിന് ആശംസകൾ നേർന്നു. അദ്ദേഹത്തിന്റെ നന്മയെ പ്രശംസിച്ചു. ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് റുഖയ്ക ഒരു കവിത ചൊല്ലി. ആശയം ഇപ്രകാരമാണ്: ഷൈബത്തുൽ ഹംദ്, അബ്ദുൽ മുത്തലിബിന്റെ പേരാണത്. വഴി, അള്ളാഹു ഞങ്ങൾക്ക് മഴ തന്നിരിക്കുന്നു. ഏറെ കാലത്തിനു ശേഷം ഇതാ ഒരു അനുഗ്രഹ വർഷം. ജീവജാലങ്ങളും വൃക്ഷലതാദികളും തളിർത്തിരിക്കുന്നു. വരണ്ട താഴ്വരകൾ ഹരിതാപമായിരിക്കുന്നു. മഹത്വങ്ങൾ നിറഞ്ഞ നിമിത്തം അള്ളാഹു നൽകിയ മഴയാണിത്. മുളർ ഗോത്രത്തിൽ ഉദിക്കാനിരിക്കുന്ന സുവിശേഷകൻ നിമിത്തമാണ് ഈ അനുഗ്രഹം ലഭിച്ചത്. ആ പുണ്യവ്യക്തി കാരണമാണ് ഇന്ന് പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടത്. മനുഷ്യവംശത്തിൽ തന്നെ അതുല്യ വ്യക്തിത്വമാണത്. ഓരോ സംഭവങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഈ കാലയളവിൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കണ്ണ് രോഗം ബാധിച്ചു. പിതാമഹൻ പല മരുന്നുകളും പ്രയോഗിച്ചു, പക്ഷേ ഫലം കണ്ടില്ല. അവസാനം ഉഖാൽ മാർക്കറ്റിൽ ഒരു വൈദ്യനെ കണ്ടെത്തി. അദ്ദേഹം ഒരു വേദജ്ഞാനി കൂടിയായിരുന്നു. പിതാമഹനും പൗത്രനും വൈദ്യന്റെ വീട്ടുപടിക്കലെത്തി. പരിശോധനയ്ക്ക് ശേഷം വൈദ്യൻ ഇങ്ങനെ പറഞ്ഞു: ഇതൊരു സാധാരണ കുട്ടിയല്ല, വാഗ്ദത്ത പ്രവാചകനാണിത്. വേദക്കാർ ഈ കുട്ടിയെ പിന്തുടർന്നേക്കും, സദാ ശ്രദ്ധയുണ്ടാകണം. ശേഷം മരുന്നുകൾ നൽകി രണ്ടുപേരെയും യാത്രയാക്കി. മുത്തുനബിക്ക് ഇപ്പോൾ 8 വയസ്സ് പിന്നിട്ടു. വയോധികനായ അബ്ദുൽ മുത്തലിബിൽ ക്ഷീണം കണ്ടു തുടങ്ങി.